തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്തു നിന്നും പടിയിറങ്ങിയ കെ അണ്ണാമലൈ യുവമോർച്ച ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്നതായി സൂചന. യുവജനങ്ങൾക്കിടയിലെ അണ്ണാമലൈയുടെ സ്വാധീനം കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു സാധ്യതയെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് യുവ വോട്ടർമാർക്കിടയിൽ അണ്ണാമലൈ സൃഷ്ടിച്ച ചലനങ്ങളും കേന്ദ്ര നേതൃത്വം സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. അതേസമയം ദേശീയ തലത്തിൽ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി പദവികളോ ദക്ഷിണേന്ത്യയിൽ നിർണായക ചുമതലയോ അണ്ണാമലൈക്ക് നൽകുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. പുതിയ ദേശീയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. പുതിയ സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രനൊപ്പം പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും 2026-ൽ DMK അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ലക്ഷ്യമെന്നും നയിനാർ ചുമതലയേറ്റതിന് പിന്നാലെ അണ്ണാമലൈ പ്രതികരിച്ചിരുന്നു. ബി.ജെ.പിയുടെ തമിഴ്നാട് അധ്യക്ഷ പദം ഒഴിഞ്ഞതിന് പിന്നാലെ DMKക്കെതിരായ ശബ്ദവും അണ്ണാമലൈ പിൻവലിച്ചിരുന്നു. ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ നയിനാർ നാഗേന്ദ്രന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് DMK അധികാരത്തിൽ നിന്ന് പുറത്താക്കും വരെ ചെരുപ്പണിയില്ലെന്ന ശബ്ദം അണ്ണാമലൈ പിൻവലിച്ചത്. DMK അധികാരത്തിൽ നിന്ന് ഇറക്കാതെ ചെരുപ്പ് ധരിക്കില്ലെന്ന് അണ്ണാമലൈ പ്രതിജ്ഞയെടുത്തിരുന്നു. 2024 ഡിസംബർ അവസാനമാണ് അണ്ണാമലൈ ശപഥം ചെയ്തത്. DMKയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയ ശേഷം മാത്രമേ താൻ ഇനി ചെരുപ്പിടുകയുള്ളൂ എന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത്. വാർത്താ സമ്മേളനത്തിൽ തന്നെ അണ്ണാമലൈ ചെരുപ്പൂരി മാറ്റുകയും ചെയ്തിരുന്നു. NDA വിട്ട AIADMK അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അണ്ണാമലയെ മാറ്റുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ മുന്നണിയിലേക്ക് തിരിച്ചു വന്നിരുന്നു. അണ്ണാമലയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് നേരത്തെ EPSന്റെ നേതൃത്വത്തിൽ അണ്ണാ DMK NDA മുന്നണി വിട്ടത്. കേന്ദ്ര മന്ത്രിമാരായ G. കിഷൻ റെഡ്ഡി, ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ്, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെ വൻ നേതൃനിരയുടെ സാന്നിധ്യത്തിലാണ് നയിനാർ നാഗേന്ദ്രൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. വേദിയിലെത്തിയ അണ്ണാമലൈക്ക് വൻ കരഘോഷമാണ് ലഭിച്ചത്. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് ദേശീയ കൗൺസിലിൽ ഇടം പിടിച്ച അണ്ണാമലൈ ആഹ്വാനം ചെയ്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ DMK തുരത്തി NDA അധികാരം പിടിക്കുമെന്നും പ്രവർത്തകർ ബൂത്ത് പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കണമെന്നും അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ പറഞ്ഞു.